ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പൊന്മാൻ എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാത്രമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കൊല്ലം ജില്ലയാണ്. അവിടെ കടൽ തീരത്തുള്ള ഒരു പള്ളിയുടെ മതിലിൽ പാർട്ടി പ്രവർത്തകർ അവരുടെ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരിക്കുന്ന കണ്ടിട്ട് പള്ളിയിലെ അംഗങ്ങൾ വന്നിട്ട് അത് വലിച്ചു കീറി കളയുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന ബ്രൂണോ എന്ന പാർട്ടി പ്രവർത്തകൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ബ്രൂണോയുടെ വീടാണ്. അയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നെയില്ല. അയാളുടെ സഹോദരിയായ സ്റ്റെഫിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. ചെക്കന്റെ അച്ഛനും അമ്മയും വന്ന് കണ്ട് സംസാരിക്കുന്നു. മാരിയോ എന്നാണ് ചെക്കന്റെ പേര്. കൊല്ലം ജില്ലയിൽ തന്നെയുള്ള തലവെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ആലോചന വന്നിരിക്കുന്നത്. ചെക്കന്റെ അമ്മയാകട്ടെ ഇവരോട് 25 പവൻ സ്വർണ്ണമാണ് സ്ത്രീധനമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ 25 തീർത്ത് തരില്ലേ എന്ന് അവരാകട്ടെ സ്റ്റെഫിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. തരുമെന്ന് ഉറപ്പും കൊടുക്കുന്നു. എന്തേലും കാരണവശാൽ തരില്ലെങ്കിൽ അതിപ്പോൾ പറയണം. കാരണം 22 പവൻ തരാമെന്നൊക്കെ പറഞ്ഞ ആലോചന നിൽപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആ ആലോചന അങ്ങ് ഉറപ്പിക്കും. അതൊന്നും വേണ്ട, ഞങ്ങൾ എന്തായാലും 25 പവൻ തരുമെന്നാണ് അവർ പറയുന്നത്. കായലിന്റെ സൈഡിലായിരുന്നു സ്റ്റെഫിയുടെ ചെക്കൻ മാരിയുടെ വീട്. അവൻ അവിടെ ചെമ്മീൻ കെട്ടിലാണ് ജോലി. ആ ആലോചന ഉറപ്പിച്ചിട്ട് അവര് പോയി. ഇവിടെ ബ്രൂണോയും പള്ളിയിലെ ആൾക്കാരും തമ്മിൽ പ്രശ്നമാണ്. ആ സംഭവത്തിന്റെ പേരിൽ പാർട്ടി പോലും അവന്റെ കൂടെ നിൽക്കുന്നില്ല. പള്ളിയുടെ ആൾക്കാരുമായിട്ട് അടിയുണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് ബ്രൂണോയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിരുന്നു അവരുടെ തീരുമാനം. പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ച സമയത്ത് തന്നെ ഇതെല്ലാം വരുന്നത് ആലോചിച്ചിട്ട് ബ്രൂണയ്ക്ക് ആകെ ടെൻഷനായി. കാരണം പാർട്ടിയിൽ നിന്നും പള്ളിയിൽ നിന്നും കുറച്ച് സഹായം കിട്ടിയെങ്കിൽ മാത്രമേ അവന്റെ പെങ്ങളുടെ കല്യാണം നല്ലപോലെ നടക്കൂ. 25 പവൻ സ്വർണത്തിനുള്ള കാശൊന്നും തന്നെ അവന്റെ കയ്യിലില്ല. നാട്ടുകാരിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന കാശുകൊണ്ട് വേണം അവൻ ആ കല്യാണം നടത്താൻ തന്നെ. കല്യാണത്തിന്റെ തലേന്ന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വർണം കടമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെഫിയുടെ അമ്മ ലവ്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാൻ പോകുന്നു. എന്നാൽ അവര് പറയുന്നുണ്ട്, ഞാനിട്ടിരിക്കുന്ന സ്വർണ്ണമൊക്കെ മുക്കുകൊണ്ടാണെന്നും എന്റെ ഹസ്ബൻഡ് അതൊക്കെ എടുത്ത് പണയം വെച്ചു എന്ന്. അവരത് കള്ളം പറയുന്നതായിരുന്നു. ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാൻ. തൽക്കാലത്തേക്ക് കല്യാണത്തിന് ഇടാൻ തന്നാ മതി, പിരിഞ്ഞു കിട്ടുന്ന കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വർണ്ണം അങ്ങ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ കൊടുക്കുന്നില്ല. അത് നടക്കാത്ത കാരണം അവർ സങ്കടത്തോടെ വന്ന് ബ്രൂണോയോട് വഴക്കുണ്ടാക്കുന്നു. ഒന്നാമത് നീ ഒരു ജോലിക്കും കൂലിക്കും പോകത്തില്ല, മാത്രമല്ല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട കാശ് പോലും ഇപ്പൊ കിട്ടാത്ത അവസ്ഥയാണ്. നീ പള്ളിയിലും പാർട്ടിയിലും എല്ലാം തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവര് പോലും സഹായിക്കാത്ത അവസ്ഥ. നിന്നെ കൊണ്ട് ഈ വീടിനൊരു ഗുണമില്ലാന്ന് പറഞ്ഞിട്ട് അവനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഈ കല്യാണം ഞാൻ എങ്ങനെയും നടത്തുമെന്ന് പറഞ്ഞിട്ടാണ് ബ്രൂണോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവൻ പാർട്ടിക്കാരോട് പോയി സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ആ പള്ളിക്കാര് കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ്. കല്യാണ സമയത്ത് ഇവിടെ നിന്ന് മാറിയും കൂടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ആ കല്യാണം നടന്നില്ലെങ്കിൽ അവന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നൊരു ഘട്ടത്തിലാണ്. കാരണം സ്റ്റെഫിക്ക് വയസ്സ് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ പാർട്ടിക്കാർ അവനോട് മാറി നിൽക്കാൻ പറഞ്ഞത് കാരണം അവനാകട്ടെ അവിടെ പാർട്ടിക്കാർ പറഞ്ഞ ഒരു റൂമിൽ പോയി കിടക്കുകയാണ്. ആ റൂമിൽ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു, സെബാസ്റ്റ്യനും മാർക്കണ്ടയും. ഇവന്റെ പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇവരിവനെ സഹായിക്കാമെന്ന് പറയുന്നു. കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ കാശ് രൊക്കം കയ്യിലില്ലാത്തവർക്ക് സ്വർണം തലേന്ന് സെറ്റാക്കി കൊടുക്കുകയും പിന്നീട് ആ സ്വർണത്തിന്റെ കാശ് ആൾക്കാരിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ ശേഷം വന്ന് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ അയാളെ വിളിച്ച് സംസാരിക്കുന്നു. പി അജേഷ് എന്നായിരുന്നു അയാളുടെ പേര്. അജേഷ് ആണ് നമ്മുടെ മൂവിയിലെ നായകൻ. അങ്ങനെ ബ്രൂണോയും ഇവരും ചേർന്നിട്ട് അജേഷിനെ കണ്ട് സംസാരിക്കുന്നു. ഒരു ജ്വല്ലറി ഉടമകൾക്ക് വേണ്ടിയിട്ടാണ് അജേഷ് ജോലി ചെയ്യുന്നത്. ക്ലയന്റ് ആവശ്യപ്പെടുന്ന സ്വർണ്ണം അവർ കൊടുക്കും. എന്നാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് തന്നെ കാശ് തിരിച്ചു കിട്ടണം. എന്തേലും കാരണവശാൽ പിരിഞ്ഞു കിട്ടുന്ന കാശ് കുറവാണെങ്കിൽ ആ കാശിന് എത്രത്തോളം സ്വർണ്ണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ആ സ്വർണ്ണം മാത്രം നിങ്ങൾക്ക് തന്നിട്ട് ബാക്കി സ്വർണ്ണം ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അതായിരുന്നു അവരുടെ ഡീല്. ആ ഡീലിന് ബ്രൂണോയും സമ്മതിക്കുന്നു. ബ്രൂണോയ്ക്കും കുടുംബത്തിനും ആ ഏരിയയിൽ നിന്ന് ഒരുപാട് കാശ് പിരിഞ്ഞു കിട്ടുമെന്നും അതുകൊണ്ട് പേടിക്കണ്ടെന്നും അവർ വാക്കു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിറ്റേന്ന് ജ്വല്ലറിയിൽ വന്നിട്ട് അവർക്ക് വേണ്ടുന്ന 25 പവൻ സ്വർണ്ണം സെലക്ട് ചെയ്തിട്ട് പോയിക്കൊള്ളാനാണ് അജേഷ് പറയുന്നത്. കല്യാണത്തിന്റെ തലേന്ന് 3 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ആ സ്വർണ്ണമായിട്ട് വീട്ടിൽ വരും. അന്ന് വൈകുന്നേരം നല്ലൊരു പിരിവ് കിട്ടുമല്ലോ. പിറ്റേന്ന് കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ വൈകുന്നേരവും പിരിവ് കിട്ടും. അപ്പൊ രാത്രിയാകുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണമെന്ന് അജേഷ് പറയുന്നു. അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം എത്തി. സ്റ്റെഫിയും കൂട്ടരും നേരത്തെ പോയി സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സ്വർണവുമായിട്ട് അജേഷ് അവിടേക്ക് വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഇവർ പറഞ്ഞ സമയത്ത് അവൻ എത്താത്തത് കാരണം അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോഴേക്ക് അജേഷ് സ്വർണവുമായിട്ട് അവിടേക്ക് വരുന്നു. സ്വർണ്ണമെല്ലാം അവരെ കാണിച്ച ശേഷം അജേഷ് പറയുന്നുണ്ട്, ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് തരണമെന്ന്. എഗ്രിമെന്റ് ഓക്കെ ആയിരിക്കണമെന്നും അയാൾ പറയുന്നു. സ്റ്റെഫിയോട് സൈൻ ചെയ്യാൻ പറയുമ്പോൾ അവളുടെ അമ്മയാണ് വാങ്ങി സൈൻ ചെയ്യുന്നത്. ഈ സ്വർണ്ണമൊക്കെ അവളോടൊന്ന് ഇടാൻ അവൻ പറഞ്ഞപ്പോൾ എല്ലാരും പുറത്തേക്ക് ഇറങ്ങിക്കോ, ഞാൻ ഇട്ടോളാം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അജേഷ് പുറത്തേക്ക് ഇറങ്ങി ജനലിലൂടെ നോക്കാൻ നേരത്ത് സ്റ്റെഫി ആയിരിക്കുന്ന സ്വർണ്ണത്തിലേക്ക് നോക്കി ഒരു വല്ലാത്ത രീതിയിൽ ചിരിക്കുന്നതായിട്ട് കാണുന്നു. അന്നത്തെ ദിവസം മുഴുവൻ അജേഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് കല്യാണവും കഴിഞ്ഞിട്ട് കാശ് കിട്ടാതെ അവൻ എന്തായാലും പോകില്ല. എന്നാൽ അവർ വിചാരിച്ച പോലെ ആൾക്കാരൊന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ബ്രൂണോയുടെ കൂട്ടുകാരും പാർട്ടിയിലെ അംഗങ്ങളും പള്ളിയിലെ അംഗങ്ങളും ഒന്നും തന്നെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നില്ല. ഒരുപാട് ആൾക്കാർ കുറവായിരുന്നു. ബ്രൂണോ പലരെയും ഫോൺ ചെയ്യുന്നുണ്ട്, എന്നാൽ ആരും തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. വിചാരിച്ച പോലെ പിരിവ് കിട്ടുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി സ്റ്റെഫിയുടെ അമ്മ ആകെ ടെൻഷനിലായി. അത് സ്റ്റെഫിയോടും അവർ പറയുന്നുണ്ട്. പിറ്റേന്നിന് കല്യാണവും അത് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു പാർട്ടിയുമുണ്ട്. അതിലും കൂടെ ആൾക്കാർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച പോലെ കാശ് കിട്ടില്ല എന്നും സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും ആലോചിച്ച് അവർ ടെൻഷൻ ആകാൻ തുടങ്ങി. അങ്ങനെ പിറ്റേന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് സ്റ്റെഫിയും വീട്ടുകാരും റെഡിയായി ചർച്ചിലേക്ക് ചെല്ലുന്നു. ഇതാണ് സ്റ്റെഫി കല്യാണം കഴിക്കാൻ പോകുന്ന മാരിയോ എന്ന് പറയുന്ന ചെക്കൻ. ആ സമയം അജേഷും കൂട്ടരും എല്ലാം തന്നെ ഇവിടെ വീടിന്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ ചെക്കനും പെണ്ണും അന്ന് രാത്രി പെണ്ണിന്റെ വീട്ടിലേക്കാണ് നിൽക്കാൻ വരുന്നത്. വൈകുന്നേരം അവർ
ഉദ്ദേശിച്ച പോലെ തന്നെ കാശൊന്നും തന്നെ പിരിഞ്ഞു കിട്ടിയിട്ടില്ല. ഇവിടെ അജേഷിന് തന്റെ മുതലാളിയുടെ കോള് വരുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് കാശ് വാങ്ങിയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് അജേഷ് സ്റ്റെഫിയുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. അവര് കിട്ടിയ ക്യാഷ് എല്ലാം തന്നെ അവിടെ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതെല്ലാം എണ്ണി നോക്കുമ്പോൾ ഉദ്ദേശിച്ച അത്രയും കാശില്ല. ഏകദേശം 13 പവന്റെ കാശ് മാത്രമേ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി സ്വർണം താൻ കൊണ്ടുപോകുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോഴേക്കും ബ്രൂണോയുടെയും സ്റ്റെഫിയുടെ അമ്മയുടെയും സ്വഭാവം മാറി. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവളുടെ ജീവിതം നശിക്കുമെന്ന് പറയുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എഗ്രിമെന്റ് അങ്ങനെയാണെന്നുമാണ് അവൻ പറയുന്നത്. സ്റ്റെഫിയെ വിളിക്കാനും ബാക്കി സ്വർണം തരാനും അവൻ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റെഫിയും മാരിയും റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയായിരുന്നു. അജേഷ് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടിട്ട് വേറെ വഴിയില്ലാതെ അവളുടെ അമ്മ പോയി റൂമിന് നോക്ക് ചെയ്യുന്നു. സ്റ്റെഫി വാതിൽ തുറന്നപ്പോ അവര് പറയുന്നുണ്ട്, നീ ആ സ്വർണ്ണം കൊണ്ടുപോവാ, ബാക്കി സ്വർണ്ണം അവന് തിരിച്ചു കൊടുത്തെങ്കിലേ പറ്റൂന്ന്. അവള് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകുന്നേന്ന്. അപ്പോഴേക്ക് അകത്തു നിന്ന് മാരിയോ ബഹളം ഉണ്ടാക്കുന്നു. ഡോർ അടിച്ചിട്ട് വന്ന് കിടക്കടിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുക, എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് ഡോർ അടിച്ചിട്ട് പോയി. ബാക്കിയൊക്കെ നാളെ സംസാരിക്കാമെന്നും പറയുന്നു. അവളിത് വന്ന് അജേഷിനോട് പറഞ്ഞപ്പോ അജേഷ് ആകെ ദേഷ്യത്തിലായിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ബാക്കി സ്വർണം കിട്ടിയെങ്കിലേ പറ്റുമെന്നാണ് അവൻ പറയുന്നത്. 13 പവൻ നിങ്ങളുടെയാണ്, അതിന്റെ കാശ് ഞാൻ എടുക്കുന്നുണ്ട്, ബാക്കി 12 എനിക്ക് കിട്ടിയെങ്കിലേ പറ്റൂ. ഒരു വിധത്തില് അവരവനെ സമാധാനിപ്പിക്കുന്നു. രാത്രിയിൽ അവൻ ഉറങ്ങിക്കഴിയുമ്പോ അവൾ എണീറ്റ് വന്ന് തരുമെന്നാണ് അവര് പറയുന്നത്. അവൻ ഉറങ്ങിയെന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട് അവള് സിഗ്നൽ തന്നിട്ടുണ്ടെന്ന്. ആ റൂമിലെ ലൈറ്റ് അണിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറങ്ങിയെന്ന അർത്ഥം. അപ്പൊ അവള് സ്വർണ്ണം എടുത്തു തരും. വേറെ വഴിയില്ലാതെ അജേഷ് വീടിന്റെ പുറത്ത് തന്നെ കുത്തിയിരിക്കുകയായിരുന്നു, അവരുടെ റൂമിൽ ലൈറ്റ് അണയുന്നത് നോക്കിയിട്ട്. എന്നാൽ ഇത്ര നേരം കഴിഞ്ഞിട്ടും ആ റൂമിന്റെ ലൈറ്റ് അണയുന്നുണ്ടായിരുന്നില്ല. അവരവരുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം 1:30 കഴിഞ്ഞിട്ടും റൂമിന്റെ ലൈറ്റ് അണയാത്തതും സ്വർണം തരാത്തതും കാരണം അവൻ രണ്ടും കൽപ്പിച്ച് ആ റൂമിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടിട്ട് അവളുടെ അമ്മ ഓടി അവനെ വന്ന് തടയുന്നുണ്ട്. അപ്പോഴും അവരുടെ റൂമിൽ മാരിയോയുടെയും സ്റ്റെഫിയുടെയും അനക്കം കേൾക്കാമായിരുന്നു. വേറെ വഴിയില്ലാതെ അജേഷ് വീണ്ടും വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സമയം രാവിലെയായി. അവൻ ഞെട്ടിയുണർന്ന് വീടിന്റെ അടുത്തേക്ക് പോകുമ്പോ കാണുന്നത് സ്റ്റെഫി മാരിയുടെ കൂടെ ഓട്ടോയിൽ കയറി പോകുന്നതാണ്. സ്വർണം തരാതെ അവള് പോകുന്ന കണ്ടിട്ട് അവൻ ഓട്ടോയുടെ പിറകെ ഓടി. എന്നാൽ ഓട്ടോ വിട്ടുപോകുകയായിരുന്നു. തിരിച്ചു വന്ന് അവൻ ബ്രൂണോയോടും അവരുടെ അമ്മയോടും വഴക്കുണ്ടാക്കുന്നു. രാവിലെ മാരി ഇവിടുത്തെ ബാത്റൂം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് പോയതാണെന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്നുമാണ് അവര് പറയുന്നത്. എന്റെ സ്വർണം കിട്ടാതെ ഞാൻ ആരെയും വെറുതെ വിടില്ലെന്ന് അജേഷ് പറയുന്നുണ്ട്. അവൾ എവിടെ പോയാലും അവളുടെ അടുത്ത് പോയിട്ട് ഞാൻ ആ സ്വർണം വാങ്ങിക്കും. ആ സ്വർണം തിരിച്ചു വാങ്ങിക്കാനൊന്നും അങ്ങനെ പറ്റില്ല, അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തകരുമെന്നും അവൻ അവളെ ഉപേക്ഷിക്കുന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. നിങ്ങൾ തുടക്കത്തിൽ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഞാൻ പറഞ്ഞ എല്ലാ എഗ്രിമെന്റിനും ഓക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അജേഷ് ചോദിക്കുന്നുണ്ട്. ബ്രൂണോയുടെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് ഒരു രീതിയിലും അജേഷിന് സപ്പോർട്ട് കിട്ടിയില്ല. അജേഷ് പറയുന്നുണ്ട് ആരൊക്കെ എതിർത്താലും ശരി, ഞാൻ അവരുടെ നാട്ടിൽ പോയി ആ സ്വർണം തിരിച്ചു വാങ്ങിയിരിക്കും. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയി വാങ്ങിച്ചോടാ എന്നാണ് ബ്രൂണോ പറയുന്നത്. അവന്റെ നാടിന്റെ പേര് തലവെട്ടിച്ചിറ എന്നായിരുന്നു. ആ നാട് നല്ല പെശകാണെന്ന് അവന് നന്നായിട്ട് അറിയാം. എന്നാലും രണ്ടും കൽപ്പിച്ച് അജേഷ് അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ഇനി കാണിക്കുന്നത് മാരിയുടെ വീടാണ്. അവിടെ റിസപ്ഷന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. മാരിയുടെ അമ്മയാകട്ടെ സ്റ്റെഫിയുടെ സ്വർണത്തിൽ തന്നെയാണ് കണ്ണുവെച്ചിരിക്കുന്നത്. അവരുടെ മൂത്ത മകളെ കല്യാണം കഴിച്ചു വിട്ടതിൽ കുറച്ച് സ്വർണ്ണം അവർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇളയ മകളെയും കല്യാണം കഴിച്ചു വിടേണ്ടത് ഈ ഒരു സ്വർണം വെച്ചിട്ടാണ്. മാരി ഒരു കൽപ്പനായിരുന്നു. ആവശ്യത്തിനും ആവശ്യമില്ലാത്തപ്പോഴും എല്ലാം തന്നെ റൂഡായിട്ട് പെരുമാറുന്ന ഒരാൾ. റിസപ്ഷന്റെ ഇടയ്ക്ക് മാരിയുടെ ഒരു കൂട്ടുകാരൻ അവനോട് വന്ന് പറയുന്നുണ്ട് അവന്റെ ചെമ്മീൻ കെട്ടിൽ നിന്നും കുറച്ച് പിള്ളേര് ചെമ്മീൻ പിടിച്ച് വറുത്തു നിന്നിട്ടുണ്ടെന്ന്. അത് കേട്ട് മാരിക്ക് ദേഷ്യം വരുന്നു. താൻ അറിയാതെ തന്റെ ചെമ്മീൻ കെട്ടിലിറങ്ങി മോഷ്ടിച്ചവന്മാർക്കിട്ട് പണി കൊടുക്കാൻ തന്നെയായിരുന്നു അവന്റെ തീരുമാനം. അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്നത് സ്റ്റെഫി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ അവരെങ്ങാനും തന്റെ ഈ സ്വർണത്തിന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അവൾക്ക് ചിന്തിക്കാമായിരുന്നു. ആ ആൾക്കൂട്ടത്തിനിടയിൽ അജേഷ് നിൽക്കുന്നത് കൂടി കണ്ടതോടുകൂടി അവൾ ആകെ ടെൻഷനായി. അതിനിടയ്ക്ക് സ്റ്റെഫിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു. അവൾ ഓടിപ്പോയി തന്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ആ അജേഷ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അതോടെ അവരും ടെൻഷനായി. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി വിടാനായിരുന്നു അവരുടെ പ്ലാനിങ്. ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ അവർക്ക് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവൻ വന്ന് അവരുടെ അടുത്തിരുന്ന് സ്വർണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ അവര് പറയുന്നത് നീ ഇവിടെ നിന്ന് പോകാനാണ്, ഈ സ്വർണം എന്തായാലും ഊരിത്തരാൻ പറ്റില്ല എന്ന്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തകരും. തനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നും താൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടെന്നും അതുപോലെ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാനുമാണ് അജേഷ് പറയുന്നത്. ഈ സ്വർണം തിരിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ എനിക്കാണ് പ്രശ്നം. എന്റെ മുതലാളി എന്നെ വിശ്വസിച്ചാണ് ഈ സ്വർണം തന്നത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. എന്നാൽ അവരുടെ അമ്മ പറയുന്നുണ്ട് ഈ സ്വർണം തിരിച്ചു വാങ്ങിക്കൊണ്ട് പോയ ഇവളുടെ ജീവിതം തകരുമെന്നും അങ്ങനെ ഇവള് തിരിച്ച് വീട്ടിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ കായലിൽ ചാടിച്ചാകുമെന്നും. പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, സ്വർണം എനിക്ക് തിരിച്ചു കൊണ്ടുപോയെങ്കിലേ പറ്റുമെന്നാണ് അജേഷ് പറയുന്നത്. ഒരു കാര്യം ചെയ്യ്, അവര് വിരുന്നിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരില്ലേ, ആ സമയത്ത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാമെന്നാണ് അവര് പറയുന്നത്. ഇവര് പിന്നെയും പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് അജേഷിന് മനസ്സിലായി. എന്തായാലും രണ്ടും കൽപ്പിച്ച് അജേഷ് കുറച്ചുകൂടി സമയം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ബ്രൂണോയുടെ കസിൻ ആണെന്ന് പറഞ്ഞിട്ട് അജേഷ് ആകട്ടെ മാരിയുടെയും കൂട്ടരുടെയും കൂടെ പോയി നിൽക്കുന്നു. ഇവനുമായിട്ട് എന്താ ബന്ധമെന്ന് മാരിയ ചോദിക്കുമ്പോൾ ബ്രൂണോ തന്റെ വകയിലൊരു കസിൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. സത്യാവസ്ഥ മാരി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ബ്രൂണോയ്ക്കും അറിയാം. അതിനിടയ്ക്ക് ബ്രൂണോയെ അവന്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട് അജേഷ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റുമെന്ന്. നീ നാട്ടുകാരോടും പള്ളിക്കാരോടും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഉദ്ദേശിച്ച പോലെ കാശ് പിരിഞ്ഞു കിട്ടാതിരുന്നത്. അതുകൊണ്ട് സ്വന്തം സഹോദരിയുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനി അവനെ കൊന്നിട്ടാണെങ്കിലും എന്തെങ്കിലും പോംവഴി കണ്ടെത്തിയേ പറ്റുമെന്ന്. ബ്രൂണോയ്ക്ക് ആകെ തല പെരുക്കുന്ന അവസ്ഥയായിരുന്നു. ബാക്കി എല്ലാവരും അവിടെ നിന്ന്
നിന്ന് മദ്യപിച്ച ശേഷം പോയി. മദ്യപിച്ച് ബോധം കെട്ട് കിടന്ന അജേഷിനെ കൊന്നാലോ എന്ന് അവന്റെ മനസ്സിൽ തോന്നുന്നു. അവിടെ കിടന്നൊരു കല്ലെടുത്ത് അജേഷിന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടി അവൻ ശ്രമിച്ചെങ്കിലും അവനെ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ അവർ രണ്ടുപേരും ചേർന്നിരുന്ന് മാരിയാനയുടെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് മാരിയാനയാകട്ടെ അജേഷിനെ പറ്റി ചോദിക്കുന്നു. അവൻ ചെയ്യുന്ന ജോലിയെ പറ്റിയെല്ലാം തന്നെ അവൻ പറയുന്നുണ്ട്. സ്റ്റെഫിയുടെ വകയിൽ സഹോദരനാണെന്നാണല്ലോ അവൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. മാരിയാനയുടെ സഹോദരിയുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നാലും ആ പെൺകുട്ടിയാകട്ടെ അജേഷിനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് അജേഷിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അജേഷ് സ്റ്റെഫിയെ വിളിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, കിട്ടിയ സ്വർണം ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്ന്. അവന്റെ മുഖത്ത് നോക്കിയ സ്വർണം തിരിച്ചു തരാൻ പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട് ബ്രൂണോ പോലും ഞെട്ടിപ്പോയി. സ്റ്റെഫി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഈ ബ്രൂണോയുടെ കയ്യിൽ നിന്ന് അതിന്റെ കാശ് വാങ്ങിച്ചോളാൻ. അവൻ ഇത്രയും കാലം ഒരു ജോലിക്കും കൂലിക്കും പോകാതെ വീടിനൊരു ഗുണമില്ലാതെ നടന്നതാണ്. ഒരു പെങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ടെന്ന് പോലും അവൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ കാശ് അവനോട് പോയി ചോദിക്കുന്നതാ നല്ലതെന്ന് അവൾ പറയുന്നു. സ്വന്തം അനുജത്തി തന്നെ കുറിച്ച് ഇത്രയധികം മോശമായിട്ട് സംസാരിക്കുന്ന കേട്ടിട്ട് ബ്രൂണോയ്ക്ക് പോലും സങ്കടം തോന്നുന്നു. എന്തൊക്കെ വന്നാലും ഈ സ്വർണം ഞാൻ തിരിച്ചു തരില്ല എന്നാണ് അവൾ പറയുന്നത്. ഇത് തന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലൊരു വിലയും ഉണ്ടാകില്ല. അവരങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ മാരിയോനെയും കുറച്ച് പിള്ളേരും ചേർന്നിട്ട് അടിയുണ്ടാക്കുന്നു. തലേന്ന് ഇവരായിരുന്നു അവന്റെ ചെമ്മീൻകെട്ടിൽ നിന്നും ചെമ്മീൻ മോഷ്ടിച്ചത്. അതിന്റെ പേരിലായിരുന്നു അവൻ കിടന്ന് അടിയുണ്ടാക്കുന്നത്. അതോടുകൂടി മാരിയോയുടെ ഏകദേശ സ്വഭാവം അജേഷിന് മനസ്സിലായി. അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാൽ പോലും നിന്റെ കയ്യിൽ നിന്നും ഞാൻ എങ്ങനെയെങ്കിലും ആ സ്വർണം വാങ്ങിച്ചെടുക്കുന്നു തന്നെയാണ് അജേഷ് പറയുന്നത്. തൽക്കാലം അതുവരെയും അവിടെ തന്നെ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാനായിരുന്നു അജേഷിന്റെ തീരുമാനം. ബ്രൂണോയും അവന്റെ കൂടെ തന്നെയുണ്ട്. സ്വർണം തിരിച്ചു കിട്ടുന്നിടം വരെ അവിടെ നിന്ന് പോകാൻ അവൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. സ്റ്റെഫി തന്നോട് അങ്ങനെയെല്ലാം പറഞ്ഞതാലോചിച്ചിരുന്ന് ബ്രൂണോ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ആകെ മാനസികമായിട്ട് തകർന്ന ബ്രൂണോയാകട്ടെ അന്ന് രാത്രി ആ ലോഡ്ജിൽ വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പക്ഷേ അവനെ ആത്മഹത്യ ചെയ്യാൻ അജേഷ് സമ്മതിച്ചില്ല. ഇനി ഇതിനും കൂടി സമാധാനം പറയാൻ തനിക്ക് വയ്യാന്നാണ് അജേഷ് പറയുന്നത്. വീട്ടുകാർക്കും വേണ്ട, പാർട്ടിക്കും വേണ്ട, ആകെ തകർന്ന അവസ്ഥയായിരുന്നു അവന്റേത്. ഇതുപോലുള്ള നിസാര കാര്യങ്ങൾക്കെല്ലാം തന്നെ ചാകാനാണെങ്കിൽ ഞാനൊക്കെ എന്നേ ചാകേണ്ടതായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാൻ പഠിക്കണം. ഇത്രയും പ്രശ്നം വന്നിട്ടും ഞാനിപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നീ കാണുന്നില്ലേ? ഞാൻ ഇപ്പൊ ചോദിച്ചാൽ പോലും എനിക്ക് ഇഷ്ടം പോലെ കാശ് തരാൻ ആൾക്കാരുണ്ട്. അത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. അത് ഞാൻ കഷ്ടപ്പെട്ട് പലരിൽ നിന്നും നേടിയെടുത്തതാണ്. പക്ഷെ ഇപ്പോൾ ആ വിശ്വാസത്തിനാണ് കോട്ടം വന്നിരിക്കുന്നത്. അത് നിന്റെ സഹോദരി കാരണമാണ്. എന്റെ മുതലാളിക്ക് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല എന്നും ആ സ്വർണം എങ്ങനെ ഞാൻ തിരിച്ചെടുക്കുമെന്നാണ് അജേഷ് പറയുന്നത്. അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്നിട്ട് അജേഷിനെ അടിക്കുന്നു. അതവന്റെ മുതലാളിയുടെ മകനായിരുന്നു. അവൻ ആ സ്വർണം കൊണ്ട് മുങ്ങിയെന്നാണ് അവര് വിചാരിച്ചത്. എന്നാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അജേഷിന്റെ കയ്യിലൊരു തെറ്റുമില്ല എന്ന്. എവിടെയാണെങ്കിലും നമുക്ക് പോയി സ്വർണ്ണം എടുക്കാന്ന് പറയുമ്പോൾ അത് തലവെട്ടിച്ചെറിയിലാണെന്ന് പറയുമ്പോൾ ആ പയ്യൻ പോലും പേടിച്ചുപോയി. എന്നാലും ആരും വരേണ്ട കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി ആ സ്വർണം കൊണ്ട് തിരിച്ചു വരുമെന്നാണ് അജേഷ് പറയുന്നത്. കാര്യം അറിയാതെ അവനെ അടിച്ചതിൽ ആ പയ്യനാകട്ടെ അവനോട് മാപ്പ് ചോദിക്കുന്നു. മാത്രമല്ല അവന് കാശ് വല്ലതും വേണമെന്ന് ചോദിച്ചിട്ട് ചെലവിനുള്ള കാശും കൊടുക്കുന്നുണ്ട്. സ്വർണം പോയാൽ പോയതാണ്, അത് പരാതി കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അതിന്റെ ടാക്സ് ഒന്നും തന്നെ അവർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സ്വർണം എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അവൻ ബ്രൂണോയുടെ കയ്യിൽ നിന്ന് മാരിയാനയുടെ നമ്പർ വാങ്ങിച്ചിട്ട് അയാളെ വെറുതെ ഒന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് മാരിയാനോട് പറയുന്നുണ്ട്, കയ്യിലൊരു കുപ്പി കിട്ടിയിട്ടുണ്ട്, അതടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ ചെമ്മീൻ കെട്ടിലൊന്ന് കൂടാമെന്ന്. മാരിയാനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഇവന്റെ നിർബന്ധം കാരണം ഒടുവിൽ സമ്മതിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി അന്ന് മാരിയാനയുടെ ചെമ്മീൻ കെട്ടിൽ കൂടുന്നു. കൂട്ടത്തിൽ ബ്രൂണോയുടെ അജേഷിന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരാകട്ടെ മാരിയാനോട് പറയുന്നുണ്ട്, കുറച്ച് ചെമ്മീനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കെടുത്ത് വാർത്ത ടച്ചിങ്സ് ആക്കാമായിരുന്നു എന്ന്. അതൊന്നും മാരിയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അജേഷും അത് പറയുന്നുണ്ട്. മാരിയാന അജേഷിനോട് ദേഷ്യപ്പെടുന്നു. ഇവൻ വന്നപ്പോ തൊട്ട് പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചിട്ട് മാരിയാന അവനോട് ദേഷ്യപ്പെടുമ്പോൾ അജേഷ് അവന്റെ കുത്തിനെ പിടിക്കുന്നു. ആർക്കാടാ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. ഒടുവിൽ ബ്രൂണോ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ട്. അവന്റെ ഉള്ളിൽ വേറെ എന്തോ കാര്യമുണ്ടെന്ന് മാരിയാനയ്ക്ക് മനസ്സിലായി. അജേഷിന്റെ പ്രശ്നം മറ്റെന്തോ ആണ്. അവന് തന്നോട് വന്നപ്പോ തൊട്ട് എന്തൊക്കെയോ ദേഷ്യമുണ്ട്. അവന് ബോധമുള്ളപ്പോ എന്റെ അടുത്ത് നേരിട്ട് വന്ന് അതിനെപ്പറ്റി സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു സമയവും മാരിയാന പറയുന്നു. പിറ്റേന്ന് ബ്രൂണോ ആകട്ടെ ഇത് അജേഷിനോട് പറയുമ്പോൾ ഞാൻ അവനോട് എന്തായാലും സംസാരിക്കാൻ പോകുമെന്നാണ് അജേഷ് പറയുന്നത്. അത് ഒറ്റയ്ക്ക് തന്നെ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ സ്വർണം വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. അജേഷിന്റെ കാര്യത്തിൽ ഡൗട്ട് തോന്നിയ മാരിയാന ആകട്ടെ സ്റ്റെഫിയോട് ചോദിക്കുന്നുണ്ട്, അജേഷ് നിന്റെ ഏത് വകയിലുള്ള ബന്ധുവാണെന്ന്. അവള് പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒരു പേനയും പേപ്പറും എടുത്തോണ്ട് വരാൻ അവളോട് പറയുന്നു. എന്നിട്ട് ബന്ധം എന്താണെന്ന് ആ പേപ്പറിൽ എഴുതാൻ പറയുന്നുണ്ട്. അത് തന്റെ രണ്ടാമത്തെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകനാണെന്നാണ് അവള് പറയുന്നത്. അതങ്ങനെ വെച്ചുകൊണ്ട് അവളുടെ അമ്മയെ വിളിച്ചിട്ട് അജേഷ് നിങ്ങളുടെ ഏത് വകയിലുള്ള ബന്ധുവാണെന്ന് ചോദിക്കുന്നു. അവളുടെ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് വേറൊരു കള്ള അവര് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി അവര് പെട്ടെന്ന് ഫോൺ വെക്കുന്നു. ഇതോടുകൂടി മാരിയാനിക്ക് മനസ്സിലായി അജേഷ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം വേറെന്തോ ആണെന്ന്. അവൻ സ്റ്റെഫിയോട് കാര്യം ചോദിക്കുമ്പോൾ അവൾ ഉള്ള സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. സ്വർണത്തിന്റെ കാര്യവും ബാക്കി സ്വർണം അവന് കൊടുക്കേണ്ട കാര്യവും. വെറും 13 പവൻ മാത്രമേ തന്റേതായിട്ടുള്ളൂ. ബാക്കി 12 പവൻ അവന് തിരിച്ചു കൊടുക്കണം. ഇത് കേട്ടതോടെ മാരിയാന ആകെ കലിപ്പിലായി. 25 പവനും ഉണ്ടെന്ന് വിചാരിച്ചാണ് അവൻ കല്യാണം കഴിച്ചത് തന്നെ. കാരണം ആ സ്വർണം വെച്ചിട്ടായിരുന്നു അവന്റെ ഇളയ സഹോദരിയുടെ വിവാഹം നടത്താനും മൂത്ത സഹോദരിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കാനും. ഇവർ തമ്മിലുള്ള വഴക്ക് കണ്ട് മാരിയാനയുടെ അമ്മ അവിടേക്ക് വരുന്നു. കാര്യങ്ങൾ അറിഞ്ഞതോടുകൂടി അവരും അവളോട് ദേഷ്യപ്പെടുന്നു. ഇത് വല്ലാത്തൊരു ചതിയായി പോയി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അജേഷ് ആകട്ടെ മാരിയാന പറഞ്ഞ പ്രകാരം വെളുപ്പിന് 3 മണിക്ക് അവനെ കാണാൻ വേണ്ടി അവന്റെ ആ ചെമ്മീൻ കെട്ടിന്റെ അടുത്തേക്ക് പോകുന്നു. നീ എന്തിനാ എന്റെ കുത്തിനു പിടിച്ചതെന്ന് അജേഷിനോട് അവൻ ചോദിക്കുമ്പോൾ
അവൻ പറയുന്നുണ്ട് എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയെന്ന്. നിനക്ക് വേണമെങ്കിൽ എന്റെ കുത്തിനെ പിടിച്ച് അതങ്ങ് തീർത്താ മതി. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇതിനകത്ത് പെട്ടിട്ടില്ല, പക്ഷെ നിന്റെ ഭാര്യ ഇതിൽ പെട്ടിട്ടുണ്ട്. ഞാൻ ഫിനാൻഷ്യൽസിന് മുൻപില് കുറ്റക്കാരനാണ്. ആ സ്വർണ്ണം എനിക്ക് കിട്ടാതെ വേറെ നിവൃത്തിയില്ല. നീ എങ്ങനെയെങ്കിലും ഇതിൽ ഇടപെട്ട് ആ സ്വർണ്ണം എനിക്ക് തിരിച്ചെടുത്ത് തരണമെന്നാണ്. എന്നാൽ ഞാൻ അതിൽ ഇടപെടില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ സ്വർണ്ണം കിട്ടിയെങ്കിലേ എന്റെ കാര്യങ്ങൾ നടക്കൂ. അതുകൊണ്ട് അവനോട് സ്ഥലം വിടാൻ മരിയാന പറയുന്നു. എന്നാൽ എന്റെ സ്വർണ്ണം അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് അജേഷ് പറയുന്നത്. എനിക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണ്ണം ഞാൻ ഇനി തിരിച്ചു തരാൻ പോകുന്നില്ല എന്നും കൂടി അവൻ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി കഴിയുമ്പോൾ അജേഷ് പ്രതീക്ഷിക്കാതെ മരിയാനയാകട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അജേഷിനെ കുത്തുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഇവൻ ഇങ്ങനെ കാണിച്ചത് കണ്ടിട്ട് അജേഷ് ആകട്ടെ അവനെ കൂകി വിളിച്ച് നാണം കെടുത്തുകയാണ്. ഇത്രേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മരിയാന തിരിഞ്ഞുപോലും നോക്കാതെ അവിടെ നിന്നും പോയി. കുത്തുകൊണ്ട് രക്തമാർന്ന താഴേക്ക് വീഴുന്ന അജേഷിനെയാണ് കാണിക്കുന്നത്. പിറ്റേന്ന് രാവിലെ സ്റ്റെഫി നോക്കുമ്പോൾ മരിയാന വന്നിരുന്ന് തന്റെ കത്തി കഴുകുന്നതാണ് അവൾ കാണുന്നത്. ആ കത്തിയിൽ രക്തം പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി അജേഷിനെ അയാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ബ്രൂണോയോട് കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ബ്രൂണോയും ഇത് കേട്ട് ആകെ ടെൻഷനിലായി. താൻ കാരണം അജേഷിന് ഇങ്ങനെ പറ്റിയതാലോചിച്ചിട്ട് സ്റ്റെഫിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. നാളെ ഇങ്ങോട്ടൊന്ന് വരണമെന്നും ബ്രൂണോയോട് അവൾ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് ബ്രൂണോ അവളെ കാണാൻ വന്നപ്പോ 2 ദിവസത്തേക്ക് ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ബ്രൂണോ പറയുന്നു. അവള് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിലുണ്ടായിരുന്ന വളയെല്ലാം തന്നെ മാരിയാനോ അവളുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങുന്നു. കാരണം തിരിച്ചു വരുമ്പോ നിന്റെ കയ്യിൽ ഇത് കാണില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് സ്വർണം മാത്രമേ അവളുടെ ദേഹത്തിടാൻ അവൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അജേഷിനെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം അജേഷിന്റെ വീട് തേടി അവർ പോകുന്നു. എന്നാൽ ആ വീട് കണ്ട് അവരാകെ തകർന്നു പോയി. തങ്ങളെക്കാൾ വലിയ കഷ്ടപ്പാടാണ് അജേഷിനെന്ന് അവർക്ക് മനസ്സിലായി. അവന്റെ അമ്മയും സഹോദരിയും കട്ട ചുമക്കുന്നിടത്ത് വെച്ച് അവർ കാണുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ താൻ എത്രത്തോളം ദ്രോഹമാണ് അജേഷിനോട് ചെയ്തതെന്ന് സ്റ്റെഫിക്ക് തോന്നാൻ തുടങ്ങി. അജേഷിനെ ഞങ്ങൾ വിളിച്ചിട്ടും കിട്ടുന്നില്ല, നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാനും അവർ പറയുന്നുണ്ട്. ആകെയുള്ള വീടും സ്ഥലവും പണയം വെച്ചിട്ടാണ് അവൻ ഈ ജോലിക്ക് ഇറങ്ങി തിരിച്ചത്. അതും കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല എന്നും അവർ പറയുന്നു. ഓരോന്ന് ആലോചിച്ചപ്പോൾ സ്റ്റെഫിക്ക് എങ്ങനെയെങ്കിലും ആ സ്വർണ്ണം അവന് തിരിച്ചു കൊടുക്കണം എന്നൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവള് തിരിച്ച് മാരിയാനയുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ആ സ്വർണ്ണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ അലമാര പൂട്ടി താക്കോൽ എവിടെയോ വെച്ചിരിക്കുകയാണ്. അവിടെ എല്ലാം തന്നെ താക്കോൽ അന്വേഷിച്ചെങ്കിലും അവൾക്ക് കിട്ടിയില്ല. ഒടുവിൽ അവൻ താക്കോൽ എവിടെയാണ് ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് അവൾ കണ്ടെത്തുകയും പിന്നീട് അവനും വീട്ടുകാരും എല്ലാം തന്നെ പുറത്തുപോയ സമയത്ത് അവൾ ആ താക്കോലെടുത്ത് അലമാര തുറന്ന് അജേഷിന് കൊടുക്കാനുള്ള സ്വർണ്ണം എല്ലാം തന്നെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മാരിയാനയുടെ അച്ഛൻ ഇതെല്ലാം കാണുന്നു. എന്നാൽ അയാൾക്കും അറിയാമായിരുന്നു അവള് ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന്. അവളെ അയാൾ വള്ളത്തിൽ കയറ്റി ബസ് കയറുന്നിടത്ത് കൊണ്ടുവിടുന്നുണ്ട്. ആരും കാണാതെ പോയിക്കൊള്ളാനും പറയുന്നു. എന്നാൽ അവൾ ബസ് കയറാൻ പോകുന്നത് മാരിയാനയുടെ ഫ്രണ്ട്സ് കാണുന്നു. ബസ് എടുക്കുന്നതിന് മുമ്പ് മാരിയാനോ ഈ വിവരം അറിഞ്ഞിട്ട് അവളെ അവിടെ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് അവന്റെ സ്വർണ്ണോ, എനിക്കിത് അവന്റെ വീട്ടിലേൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാരിയാനോ ദേഷ്യത്തിൽ അവളെ അടിക്കുകയും അവിടെ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവന്ന ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും അയാൾ വലിച്ചെറിഞ്ഞു. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണമെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവിടെ താറാവ് പിടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്ന മരിയാനോയെയാണ്. എന്നാൽ ആ മത്സരം കാണാൻ ആൾക്കാർക്കിടയിൽ നമ്മുടെ അജേഷ് ഉണ്ടായിരുന്നു. അവന് കുത്തുകിട്ടിയെങ്കിലും അവൻ ഹോസ്പിറ്റലിൽ പോയ ശേഷം ഇപ്പൊ ഭേദമായി വന്നിരിക്കുകയാണ്. അജേഷ് ആകട്ടെ അവിടെ നിന്ന് കൂകി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരിയാനയ്ക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യം വരാൻ തുടങ്ങി. അവൻ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് സ്റ്റെഫിക്ക് സമാധാനമായത്. അജേഷ് മരിയാനയോട് പറയുന്നുണ്ട്, നീ എന്നെ കൊന്നു കുഴിച്ചു മുടിയാലും ആ കുഴിയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുമെന്ന്, എന്നിട്ട് എന്റെ പൊന്നും കൊണ്ടേ ഞാൻ പോകുമെന്ന്. പിന്നീട് സ്റ്റെഫി ആകട്ടെ അജേഷിനെ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്തേക്ക് വരുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ സ്റ്റെഫി പറയുന്നുണ്ട്. എല്ലാത്തിനും മാപ്പും പറയുന്നു. നിന്റെ സ്വർണ്ണം എടുത്തു തരാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല, അത് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ മോഷ്ടിച്ചൊന്നും എടുക്കേണ്ട കാര്യം തനിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. അതല്ലെങ്കിൽ വേറൊരു വഴിയുണ്ടെന്നാണ് അവള് പറയുന്നത്. മാരിയാനയുടെ സഹോദരി കസോണിക്ക് അവനെ ഒരു നോട്ടമുണ്ട്. വേണമെങ്കിൽ അവളെ കറക്കിയെടുത്ത് നീ വിവാഹം കഴിച്ചോ, അങ്ങനെയാണെങ്കിൽ സ്ത്രീധനം പോലെ ആ സ്വർണ്ണം നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. അതിന്റെ ഒന്നും ആവശ്യം തനിക്കില്ല എന്നാണ് അജേഷ് പറയുന്നത്. സ്റ്റെഫിയെ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, ഇപ്പൊ നിന്റെ ദേഹത്ത് 4 പവന്റെ പൊന്നേ ഉള്ളൂ. അവന്റെ കൂടെ ജീവിക്കേണ്ടത് നീയല്ലേ. ഈ 4 പവനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവന് ആവശ്യം ഉണ്ടാവില്ല. നിനക്ക് പിന്നെ അവിടെ പട്ടിയുടെ വിലയായിരിക്കും. അവൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരം നിന്റെ മേത്ത് മണ്ണ് വീഴാതെ നോക്കണമെന്ന് അവനോട് പറയുന്നുണ്ട്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിനക്കെന്താണെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. അന്ന് പള്ളിയിലെ പെരുന്നാളിന് പോകാൻ എല്ലാവരും റെഡിയാവുകയായിരുന്നു. സ്റ്റെഫിയുടെ അമ്മായിയമ്മ അവളോട് പറയുന്നുണ്ട്, നാട്ടുകാരൊക്കെ കാണുന്നതാ, അതുകൊണ്ട് സ്വർണ്ണം എടുത്തിട്ടിട്ട് വരാൻ. മാരിയാനോ അവൾക്ക് സ്വർണ്ണം എടുത്തു കൊടുക്കുന്നു. എന്നാൽ അവളാകട്ടെ അവൾക്ക് അവകാശപ്പെട്ട സ്വർണ്ണം മാത്രമാണ് ഇടുന്നത്. അജേഷിന് കൊടുക്കാനുള്ള സ്വർണ്ണം അവൾ ഇടുന്നില്ല. അത് തന്റെതല്ലെന്ന് അവൾ പറയുന്നു. അതെന്തായാലും ഇവിടെ വെച്ചിട്ട് പോകാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വെച്ചിട്ട് പോയാൽ ആ അജേഷ് ഇവിടെ വന്ന് എടുത്തിട്ട് പോകുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് മരിയാന അതെല്ലാം പൊതിഞ്ഞുകെട്ടി തന്റെ അരയിൽ തന്നെ വെക്കുന്നു. വള്ളത്തിൽ അവർ പോകുന്ന വഴിക്ക് അജേഷ് അവിടെ നിൽക്കുന്ന കണ്ടിട്ട്, നീ സ്വർണ്ണം കൊണ്ടുപോകാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് വീട്ടിൽ കയറി മോഷ്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അജേഷ് പറയുന്നുണ്ട്, അവിടെ ഒന്നും ഇരിപ്പൂലെന്ന് എനിക്കറിയാം. ആ സ്വർണ്ണം നിന്റെ അരയിൽ തന്നെയുണ്ട്. പള്ളി പെരുന്നാൾ കഴിയുന്നതിന് മുമ്പ് അത് ഞാൻ എടുക്കുകയും ചെയ്യുമെന്ന് അവൻ വെല്ലുവിളിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നെടുക്കാൻ മാരിയാനയും അവനെ വെല്ലുവിളിക്കുന്നു. എന്നിട്ട് അവസാനമായിട്ട് സ്റ്റെഫിയോട് അജേഷ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ പള്ളിപ്പറമ്പിൽ തന്നെ കാണണമെന്ന്. ഞാൻ എന്റെ സ്വർണവുമായിട്ട് നിന്നെ കാണാൻ വരുമെന്നും പോകുന്നതിന് മുമ്പ് നിന്നോട് നീ യാത്ര പറയണം. അങ്ങനെ എല്ലാവരും പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കാൻ പോയി. എന്റെ കൺവട്ടത്തു നിന്ന് നീ മാറരുതെന്ന് മരിയാനോ സ്റ്റെഫിയോട് പറയുന്നുണ്ട്. അജേഷിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മരിയാനോ. അവൻ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ.
എന്നാൽ കുറച്ചു കഴിയുമ്പോൾ വേറെ എവിടെയോ നിന്നിട്ട് അജീഷ് ആകട്ടെ അവനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെമ്മീനൊക്കെ എന്താ വില എന്ന് ചോദിക്കുന്നു. കിലോയ്ക്ക് 500 രൂപയുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് അവന്റെ ചെമ്മീൻ കെട്ടിലെ ചെമ്മീനെ എല്ലാം തന്നെ താൻ തുറന്ന് കായലിലേക്ക് വിടാൻ പോവുകയാണെന്നും നീ ആ സ്വർണ്ണം എനിക്ക് ഇവിടെ കൊണ്ട് തന്നില്ലെങ്കിൽ നിന്റെ ചെമ്മീൻ മുഴുവൻ കായലിൽ കിടക്കുമെന്നും. അത് കേട്ടതും മാരിയാന ഞെട്ടി. കാരണം ആ സ്വർണത്തിനേക്കാളും വിലയുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ ചെമ്മീന്. എന്നിട്ട് കുറേശ്ശെയായിട്ട് അതിനെ തുറന്നു വിടുന്നതിന്റെ സൗണ്ട് അവനെ കേൾപ്പിക്കുന്നു. അതോടെ പേടിച്ചുപോയ മാരിയാന പെട്ടെന്നോടി അജേഷ് പറഞ്ഞ സ്ഥലത്തേക്കെത്തി. സ്വർണ്ണം ഇങ്ങോട്ട് എറിഞ്ഞു തന്നില്ലെങ്കിൽ ഷട്ടർ മുഴുവൻ ഞാൻ ഇവിടെ എടുത്ത് മാറ്റുമെന്നും അതോടുകൂടി നിന്റെ ചെമ്മീൻ മുഴുവൻ കായലിൽ കിടക്കുമെന്നും അവൻ പറയുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ മാരിയാന സ്വർണ്ണം എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. ആ സ്വർണ്ണം എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷട്ടർ വന്ന് അടച്ച ശേഷം മാരിയാന അവനെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തറയിൽ വീഴുന്ന സ്വർണ്ണം എടുത്തുകൊണ്ട് അവർ ഓടാനും ശ്രമിക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ സ്റ്റെഫി ആകട്ടെ മാരിയാനയുടെ സഹോദരിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ കല്യാണത്തിന് ശരിക്കും ഇഷ്ടമാണോ എന്ന്. തന്റെ ഇഷ്ടമൊക്കെ ഇവിടെ ആര് നോക്കാനാണെന്നാണ് അവള് പറയുന്നത്. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വിവാഹത്തിൽ അവൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്റ്റെഫി തന്റെ കയ്യിലുണ്ടായിരുന്ന 2 വളയൂരി അവളുടെ കയ്യിലിട്ട് കൊടുക്കുന്നു. അതേസമയം ഇവിടെ അടിയുണ്ടാക്കി അജേഷ് ആകട്ടെ ഓടി അവിടെ ഉണ്ടായിരുന്ന മെഷീൻ പുരയിലേക്ക് കയറി. അവനെ തേടി മാരിയാന അവിടേക്ക് എത്തി. അവിടെ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുമ്പോൾ ആ സ്വർണ്ണം എല്ലാം തന്നെ മെഷീന്റെ ഇടയിലേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. മാരിയാനോ അതെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിലേക്ക് കയറിയതും അജേഷ് രണ്ടും കൽപ്പിച്ച് അവനെ തള്ളി അതിന്റെ ഇടയ്ക്ക് ഇടുന്നു. അവന്റെ കൈ മെഷീനിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. ആ നേരം കൊണ്ട് ആ സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് അജേഷ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അവൻ തന്റെ മുഖത്ത് ചേറൊക്കെ കഴുകിക്കളയാൻ നേരത്ത് മാരിയാനയുടെ ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട്. അജേഷിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അവൻ ഏർപ്പാടാക്കി വെച്ചിരുന്നതായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് ബ്രൂണോ അവിടേക്ക് വന്നിട്ട് മാരെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളാനും. അങ്ങനെ അജേഷ് പള്ളിപ്പറമ്പിലേക്ക് ചെന്നപ്പോ ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റെഫി മാത്രം അവനെ കാത്തു നിൽപ്പുണ്ട്. നീ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. കാരണം എന്തേലും കാരണവശാൽ ഞാൻ സ്വർണവുമായിട്ട് ഇവിടേക്ക് വന്നില്ലെങ്കിൽ നിന്റെ കയ്യിലും കഴുത്തിലുള്ള ഈ സ്വർണം നീ എനിക്ക് ഊരി തന്നേനെ. മരനയുടെ കയ്യിൽ നിന്ന് ആ സ്വർണം എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷേ ഈ സ്വർണം ഞാൻ കൊണ്ടുപോകുന്ന കാരണം നിനക്കിനി അവന്റെ വീട്ടിലേക്കോ സ്വസ്ഥമായിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാനല്ലേലും അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല എന്നാണ് അവള് പറയുന്നത്. പിന്നെ നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ടെന്ന് അവള് പറയുന്നു. കൊല്ലത്തേക്കാണെങ്കിൽ നീ എന്റെ കൂടെ വരാനാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് വള്ളത്തിൽ പോകാൻ നേരത്ത് അവളാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം തന്നെ ഊരി മാറ്റുന്നുണ്ട്. സ്വർണ്ണം ഇല്ലാതൊരു പെണ്ണിന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. സ്വർണ്ണം എല്ലാം ഊരി മാറ്റിയ അവളുടെ മുഖം കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് നിനക്ക് ഇപ്പോഴും ഒരു വെട്ടം വന്നതെന്ന്. സത്യത്തിൽ പൊന്നു തൊടാത്തപ്പോഴ പെണ്ണിന് യഥാർത്ഥ ചന്തമെന്നും അവൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ തോണി തൊഴിഞ്ഞു പോകുന്നിടത്ത് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.